ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരി കുറച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ദോശയ്ക്കുള്ളതാണ്. ഇഡ്ഡലിക്ക് ദോശയ്ക്ക് എന്തിനു വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലമായ കാരണം കൊണ്ട് ആ മാവൊക്കെ പൊന്താനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചൂടൊന്നും ഇല്ലാത്ത കാരണം നമുക്കിത് മാവ് പൊന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അരി അരച്ച് നമ്മൾ അടുപ്പിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തവർ അധികം പേരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ അരച്ച് വെച്ചിട്ട് നമുക്ക് കൈയൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ റൈസ് കുക്കറില്ല, അത് നമുക്ക് ചോറ് ഇറക്കി വെക്കാൻ മാത്രമല്ല കേട്ടോ. ഇങ്ങനെ മഴക്കാലത്ത് നമുക്ക് മാവ് പൊന്തി വരാനൊക്കെ ആയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. അതുപോലെ ചൂടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള ചോറ് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ചൂടോടെ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ചൂടുള്ളത് കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലത്തതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം മാവ് അരച്ച് വെച്ചപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് കുക്കർ ചോറ് ഇറക്കി വെക്കാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കറി ഒന്ന് ചൂടോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഇറക്കി വെക്കാം. അതുപോലെ ഇങ്ങനെ മഴക്കാലത്ത് നമുക്ക് മാവൊക്കെ പൊന്തി വരാനൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതേ മാവൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മാവ് മാത്രം ഞാൻ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വേഗം വിട്ട് വരാനായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള മാവ് മാത്രത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. ബാക്കിയുള്ള മാവിൽ ഉപ്പ് ചേർക്കാതെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം കേട്ടോ. എന്നാലാണ് പിറ്റേ ദിവസം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശയായാലും ഇഡ്ഡലി ആയാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ പാത്രത്തിൽ ഒഴിച്ച് ഞാനിപ്പോൾ ആവിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ മീൻകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൊഴുവയും ചാളയും മേടിക്കുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യുള്ള ചാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊഴുവയും ചാളയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി ചട്നി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ഉള്ളി ചട്നിയാണ് കേട്ടോ. നാളികേരം സബോളയൊക്കെ കൂടിയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ചൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ണികൾ കഴിക്കുന്ന കാരണം കൊണ്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം കൊത്താണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുമല്ല നാളികേരം ഇതേപോലെ ചിരവിയതാണെങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്തോരം ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഇഡ്ഡലിയൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ആകെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ഇഡ്ഡലി കാണാനായിട്ടും ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചട്നിക്കുള്ള നാളികേരമൊക്കെ റെഡിയാക്കുന്ന ടൈമിലായിരുന്നു ഞാനൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിതിപ്പോൾ ആ നാളികേരം ചൂടാറിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം ലൂസായിട്ടാണോ ചട്നി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു ബൗളിലേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് ഞാനിപ്പോൾ ഇതേ ഇഡ്ഡലിയും കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് മൂത്ത ആൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് സുഡാപ്പിക്കാണെങ്കിൽ മടിയാണ് കേട്ടോ. പോവാത്ത കാരണം ഞാനും പോവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനിൻ്റെ ഉള്ളിൽ ചാളയുടെ ഉള്ളിലുള്ള സാധനമാണ് കേട്ടോ. ഞങ്ങളിതിന് പനിനീന്നാണ് പറയാം കേട്ടോ. നിങ്ങളെന്താ അതിന് പേര് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചാള ഞാൻ നന്നാക്കിയത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ചാള കറി വെക്കാമെന്ന് വിചാരിച്ച മിളകിടാമെന്ന്. പക്ഷേ മക്കൾ ഇത് കണ്ടപ്പോൾ അവർക്ക് കൊഴുവ കണ്ടപ്പോൾ അത് വറുത്താൽ മതി, ചാള നാളെ കറി വെക്കാം, പരിപ്പ് കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിപ്പ് താളിക്കും ചെയ്യാം, കൊഴുവ വറക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറച്ച് കൊഴുവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാളേക്കുള്ളത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തേക്കുള്ളതും മാത്രമാണെന്ന് വറക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി മീൻ അതിലിട്ടിട്ട് മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ പരിപ്പ് കറി വെക്കുമ്പോൾ നമുക്ക് കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തിളച്ച് പോകില്ല. അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പരിപ്പിൽ തക്കാളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, സബോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറക്കുമ്പോൾ ഇതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ ചട്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല കേട്ടോ. നമുക്ക് മറിച്ചിടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മൂത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് മീനുകളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മീൻ വറക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ ഇന്നലെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ.